ഉള്ളിയൊക്കെ ചതച്ച് അതല്ലെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാലും അതിനകത്ത് പല്ലിയൊക്കെ നക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇടയിലൊക്കെ പല്ലിയൊക്കെ കയറിയിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഈ ഫുഡിൻ്റെയൊക്കെ ടിന്നിൻ്റെ അടപ്പ് നമ്മൾ വെറുതെ കളയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടപ്പിൻ്റെ ആ നടുഭാഗം വെട്ടിയെടുക്കുക, കത്രി വെച്ചിട്ട് വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ വെട്ടി എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ അതിനകത്ത് ആ കല്ലിനകത്തോട്ട് കയറ്റിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പല്ലിയോ പാറ്റയോ ഒന്നും ഇഴജന്തുക്കളൊന്നും കയറാതെ നമുക്ക് എപ്പോഴും കല്ല് വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ വെട്ടിക്കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് കയറ്റി കൊടുക്കുക. കുറച്ചുകൂടെ നമുക്ക് വലുതാക്കി കൊടുക്കാം, കാരണം അതിനകത്ത് കയറുന്ന അളവിൽ തന്നെ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ കല്ല് എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. അഥവാ നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ അതിനകത്ത് ചതച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒന്ന് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് എടുക്കാമെന്നുണ്ടെങ്കിൽ പോലും ഇതേപോലെ ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിലും അതിനകത്ത് ഒന്നും കയറില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉള്ളിയൊക്കെ ചതച്ച് വെച്ചാൽ നമുക്ക് ഇതേപോലെ അടച്ചു വെച്ചാൽ മതി, ഒന്നും അതിനകത്ത് കയറി ഇഴഞ്ഞ് വൃത്തികേടാവില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ അടപ്പുകളുണ്ടെങ്കിൽ ഇതേപോലെ ഇടികളിന് നമുക്ക് അടപ്പായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം, വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ കത്രിക ഇല്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് വേണമെങ്കിലും മുറിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, നമുക്ക് ആ കല്ല് അതേപോലെ തന്നെ പൊക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ മിക്സിയുടെയൊക്കെ ജാറ് നമ്മളെപ്പോഴും അത് ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ ഉണ്ടോ പുഷിൻ്റെ ഭാഗത്തൊക്കെ എപ്പോഴും അത് വേസ്റ്റൊക്കെ കയറി നിന്നിട്ട് ചീത്തയാകാറുണ്ട്. അപ്പോൾ ഇതേപോലെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു അടപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ ആ അഴുക്കെല്ലാം ഇളകിയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സി ജാറ് നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, എപ്പോഴും ഉപയോഗിക്കുന്നൊരു സാധനമല്ല. അപ്പോൾ അത് ഇടയ്ക്ക് ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ജാറ് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകും. അപ്പം നമ്മൾ കംപ്ലയിൻ്റ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ കടക്കാരൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതേപോലെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ്. ഇപ്പോൾ എന്താണ് കുറച്ച് ബേക്കിംഗ് പൗഡർ അതേപോലെ വിനാഗിരിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റ് എല്ലാം ഇളകി കിട്ടിയിട്ടുണ്ട് 10 മിനിറ്റ് കഴിഞ്ഞുടനെ. അപ്പോൾ നമുക്കത് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ നാക്കി കൊടുക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള വേസ്റ്റുകളെല്ലാം പോയതിന് ശേഷം ഒന്ന് കഴുകിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ജാറുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക, അല്ലെങ്കിൽ ജാറ് കംപ്ലയിൻ്റ് ആകും. അഴുക്കെല്ലാം അതിനകത്തിരുന്ന് ബെൻഡായിട്ട് ജാറുകളൊക്കെ കംപ്ലയിൻ്റ്. അപ്പോൾ അത് കഴുകിയതിന് ശേഷം നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ഇടയ്ക്ക് ജാറുകൾ വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ബ്ലെൻഡർ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ സവാളയാണെങ്കിലും എന്തായാലും നമുക്കത് അതിനകത്തിട്ടിട്ട് ഇതേപോലെ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേന് ഇതേപോലെ സ്റ്റക്കാകാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പ മാർഗ്ഗമാണേ ഈ വാസലിൻ. ആ ചരടിനകത്ത് കുറച്ച് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടോ വലിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ അതുകൊണ്ട് ആ ചരടിനകത്ത് കുറച്ച് വാസലിനൊന്ന് തേച്ച് കൊടുക്കുക ഉണ്ടോ. അതിനുശേഷം നമ്മൾ എത്ര അതിനകത്ത് ഇട്ടാലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഒട്ടും സ്റ്റക്കാകാതെ നമുക്ക് എളുപ്പത്തിൽ ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഉണ്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടോ. അപ്പം ഇതേപോലെ മിക്ക വീടുകളിലും കാണുമല്ലോ, അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. മാസിലിനാകുമ്പോഴത്തേനും പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊന്നും തന്നെ കാണില്ല. ഇതിനകത്തിപ്പോൾ നമുക്ക് ബീട്രൂട്ടോ ക്യാരറ്റോ എന്ത് വേണേലും ഒട്ടും ബെൻഡാകാതെ നമുക്ക് വലിച്ച് എടുക്കാനായിട്ട് പറ്റും.